ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിത് ഇവിടെ കോസ്കോയിൽ വന്നിരിക്കുകയാണ്. ഇന്നൊരു കോസ്കോ ഷോപ്പിംഗ് വ്ളോഗാണ് എന്തായാലും. അപ്പോൾ ഇവിടെ പോയിട്ട് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെല്ലാം. നമ്മളിവിടെ ന്യൂജേഴ്സിയിലെ പ്രിൻസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്തെ കോസ്കോയിലാണ് വന്നിരിക്കുന്നത്. കോസ്കോ എന്ന് പറയുമ്പോൾ US-ലുള്ള എല്ലാവർക്കും അറിയായിരിക്കും, ഇതൊരു ഹോൾസെയിൽ സ്റ്റോറാണ്. ഇതിനകത്തോട്ട് കയറുമ്പോൾ പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെയൊന്നും ആയിരിക്കില്ല നടക്കുക. ഒരു ലിസ്റ്റിൽ ഒരു 4-5 സാധനം ഉള്ളെങ്കിലും അകത്ത് കയറി പുറത്ത് വരുമ്പോഴത്തേക്കും ട്രോളി ഫുള്ളായിട്ടുണ്ടാവും. അപ്പം നമ്മൾക്ക് ഇതിനകത്ത് പോയിട്ട് എന്തൊക്കെയാണ് ആ സ്റ്റോറിനകത്തുള്ളതെന്നും അതുപോലെ നമ്മൾ എന്തൊക്കെ എടുത്ത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആ ഒരു ബഡ്ജറ്റ് വരുന്നത് എന്നുള്ളതൊക്കെ നോക്കാം. കോസ്കോയിൽ എൻ്റർ ആയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ബഹളം കാരണം എന്തെങ്കിലും ഞാൻ പറയണൊക്കെ കേൾക്കുമെന്നറിയില്ല. അപ്പം ഈ സൈഡിലോട്ടൊക്കെ കുറേ ഇലക്ട്രോണിക് ഡിവൈസ് സംഭവങ്ങളൊക്കെയാണ്. പിന്നെ അത് ഇവിടെ ഓഷ്യൻ സംഭവങ്ങൾ, ബോഡി വാഷ്, പിന്നെ സൺസ്ക്രീൻ അങ്ങനെയൊക്കെ ഉണ്ട്. ഈ സൈഡിലോട്ട് ഫുൾ ഇലക്ട്രോണിക്സ് ആട്ടോ, ഞങ്ങൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. പിന്നെ ഇത് ഇവിടെ ഇപ്പം സമ്മർ തുടങ്ങിയത് കൊണ്ടാണ് സമ്മർ ഐറ്റംസ് കുറേ ഉണ്ട്. പിന്നെ ക്ലോത്ത് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്, ടവൽ ഐറ്റംസും. നമ്മൾക്ക് അതെ ടീഷർട്ട് ഐറ്റംസ്, ഇപ്പം മെന്നിൻ്റെ ടീഷർട്ട്, അതുപോലെ ഇവിടെ ലേഡീസ് ടീഷർട്ട്സ് ഉണ്ട്. നമ്മൾക്ക് എന്തായാലും ഇപ്പം ഗ്രോസറിയൊക്കെയാണ് വാങ്ങിക്കേണ്ടത്. അപ്പം അങ്ങോട്ടത്തേക്ക് പോവാം. ഫാനിൻ്റെ ഏരിയ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര കാറ്റും തണുപ്പും, മൊത്തം ഫാനിട്ടിരിക്കാം. പിന്നെ ഇവിടെയൊക്കെ നമ്മൾക്ക് കോസ്കോയിൽ നിന്ന് ഈ നട്ട്സൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊരു ലാഭമാണ്. പീനട്ടിൻ്റെ റോസ്റ്റഡ് ആൻഡ് സോൾട്ടഡ് പീനട്ട്. ഇത് പീനട്ട് മിക്സ്ഡ് പീനട്ടല്ല, പീനട്ട് എല്ലാ സംഭവങ്ങളും അല്ല. പിന്നെ ഫാർമസി ഇവിടെ തന്നെ ഉണ്ട്, അതുപോലെ ഒപ്റ്റിക്കൽ ഹിയറിംഗ് ആൻഡ് എയ്ഡ് സെൻറ്റർ ഉണ്ട്. അങ്ങനെ കുറേ ഉണ്ട് ഇവിടെ. ക്യാൻഡീസൊക്കെ ഇവിടെ നിന്നാണ് മിക്കവരും നമ്മൾ നാട്ടിലോട്ടൊക്കെ പോകുമ്പോഴൊക്കെ എടുക്കില്ലേ, അപ്പോൾ അതൊക്കെ ഇങ്ങനത്തെ ഓരോ പാക്കറ്റ്സൊക്കെ എടുക്കുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ലാഭമാണെന്ന് കേട്ടോ, പക്ഷേ വലിയ ലാഭമൊന്നുമില്ല. പിന്നെ ബൾക്കായിട്ട് എടുക്കുമ്പോൾ ഇവിടുത്തെ കടകളിൽ നിന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഓക്കെയാണ്. നമ്മുടെ കോസ്കോയിൽ ഔട്ട്ഡോർ സോഫ സീറ്റിംഗ് സംഭവങ്ങളൊക്കെയാണ്. നമ്മുടെ ജെംസ് മിഠായി പോലത്തെ റീസസ്, ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മറ്റേ മിഠായി ഓർമ്മ വരുന്നില്ലേ, കളർ മിഠായിയൊക്കെ. കടല മിഠായി അല്ലായിരുന്നു ഇതിനകത്ത്, കടല തന്നെ അല്ലേ, പീനട്ട് അല്ലേ? നമ്മുടെ മറ്റേ പിങ്ക് കളറിലുള്ള മിഠായി ഉണ്ടാവില്ലേ. അപ്പം ഞാനിപ്പം വീഡിയോ ജസ്റ്റ് ഇങ്ങനെ എടുക്കണമെന്നേ ഉള്ളൂ. നമ്മൾ വാങ്ങിക്കാൻ വന്ന സാധനങ്ങളൊക്കെ ഇവിടെയൊന്നുമല്ല. ഇത് ഇപ്പം സ്നാക്ക് ഐറ്റംസ് ഒക്കെയാണ് കുറേ ഉള്ളത്. പിന്നെ ഇവിടെ ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ കിട്ടുന്ന സെക്ഷനാണ്. പിന്നെ ഇതിനകത്തോട്ട് വരണമെങ്കിൽ നമ്മൾക്ക് മെമ്പർഷിപ്പ് വേണം. ഞങ്ങളൊരു 1 ഇയറിന് വേണ്ടിയിട്ട് എടുത്തൊരു മെമ്പർഷിപ്പാണ്. ഇതിപ്പം ക്ലോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഇതിപ്പം മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ മിക്കപ്പോഴും കോസ്കോയിൽ വരും. ഇവിടെ ആണെങ്കിൽ ബൾക്കായിട്ടുള്ള ഐറ്റംസാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നോർമൽ ഷോപ്പിങ്ങിനേക്കാളും കുറച്ച് എക്സ്ട്രാ ചിലവാക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഇതൊക്കെ പിന്നെ അതാ ഇലക്ട്രോണിക് ഐറ്റംസ് ആണ്, അതുകൊണ്ട് നമ്മൾ വലുതായിട്ട് നോക്കണില്ല. ഇത് എൻ്റെ കയ്യിലുള്ള ഹെഡ്സെറ്റ് പോലത്തെ ഹെഡ്സെറ്റ് കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നതാണ്. ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സൊക്കെ കൂടുതലുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു കട എന്തായാലും വർത്താണ്. അവർക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കിട്ടുകയും ചെയ്യും, അതേപോലെ തന്നെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസുമാണ്. ഞാനിപ്പോൾ ഈ എല്ലാ സെക്ഷനിലും കയറുന്നത് നിങ്ങളെ കാണിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ്, അല്ലാതെ നമ്മൾക്ക് ആവശ്യമുള്ളത് കുറച്ച് ഗ്രോസറി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും അതിനു മുന്നേ ഈ കടയൊക്കെ ഒന്ന് കാണിച്ചൊരു കോസ്കോ ടൂർ എടുത്തതിന് ശേഷം നമ്മൾക്ക് ഷോപ്പിങ്ങിലോട്ട് കിടക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ പച്ചക്കറി ഫ്രൂട്ട്സൊക്കെ കിട്ടുന്ന സെക്ഷനിലാണ് എത്തിയിരിക്കുന്നത്. സവാള, തക്കാളി, നാരങ്ങ, ഉരുളക്കിഴങ്ങ്, ക്യാപ്സിക്കം, പിന്നെ വാഴയ്ക്ക, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഇത് കണ്ടില്ലേ, എല്ലാം ബൾക്കായിട്ടാണ് കിട്ടുകയെന്ന് മാത്രം. പെട്ടെന്ന് കണ്ടപ്പോൾ അച്ചപ്പാന്ന് വിചാരിച്ചു. വോഫ് വടാപ്പാവിൻ്റെ ബണ്ണുണ്ട്. വടാപ്പാവിൻ്റെ ബണ്ണ് വാങ്ങിക്കാൻ തോന്നുന്നു. പാനിപ്പൂരി, ഇതൊക്കെ പാർട്ടി ടൈമിൽ ഇത്രയും പാനിപ്പൂരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ നമ്മൾ.
നാനൊക്കെ കിട്ടും. പിന്നെ ഇതാ ഇവിടെയൊക്കെ സാലഡ് അങ്ങനത്തെയൊക്കെയാണ്. ഇത് ഞാൻ ഒരു പാക്കറ്റാന്ന് പറഞ്ഞിട്ട് എടുക്കാൻ നോക്കുമ്പോഴത്തേക്കും 2 പാക്കറ്റും കൂടിയിട്ടായിരുന്നു. ഇതൊക്കെ പിന്നെ പെട്ടെന്ന് കേടുവന്ന് പോകുന്ന സാധനമാണല്ലോ. അപ്പം നമ്മൾക്ക് ശരിക്കും ഇത്രയും വലിയ ക്വാണ്ടിറ്റിക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വേസ്റ്റ് ആവാൻ ചാൻസ് ആണ്. പക്ഷേ ഡെയിലി കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കുഴപ്പമില്ല. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ, സ്ട്രോബെറി, ബ്ലൂബെറി അങ്ങനത്തെ സംഭവങ്ങൾ, പിന്നെ ഇഞ്ചി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ ഓരോ കോസ്കോയുടെ ലൊക്കേഷൻ അനുസരിച്ചിട്ട് സാധനങ്ങളിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ബാക്കിയെല്ലാം സെയിം ആണെങ്കിലും ചില ഐറ്റംസൊക്കെ നമ്മൾക്ക് എങ്ങനത്തെ ആളുകളാണോ കൂടുതൽ താമസിക്കുന്നത് ആ ഒരു ഏരിയയിലെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യൻസ് കൂടുതലാണെങ്കിൽ ഇന്ത്യൻ പ്രോഡക്റ്റ്സൊക്കെ കൂടുതലായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ വരുന്നത് ബേക്കറിയാണ്. ഇവിടെ ഒരുപാട് ടൈപ്പ് ബ്രെഡുകളും അതുപോലെ ഇവിടെ മഫിൻ കേക്ക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ സൈഡിലൊക്കെ കേക്കുകളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പം കുറച്ച് ടെംപ്റ്റിംഗ് ആയിരിക്കും, പക്ഷേ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. പിന്നെ ഇവിടെ ചിക്കൻ വെച്ചിട്ടുണ്ട്. അതും പല സൈസിലും പല രീതിയിലുള്ള ചിക്കനൊക്കെയാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും ഡ്രം സ്റ്റിക്ക് ചിക്കൻ എടുക്കാമെന്ന് കരുതി. പിന്നെ ഇതുപോലെ പാർട്ടിയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ശരിക്കും ലാഭമായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ മറ്റ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുമ്പം അതിന് റേറ്റൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് നല്ലതാണ് കോസ്കോയിൽ വരുന്നത്. പിന്നെ ഇത് ഇവിടെയൊക്കെ മീനിൻ്റെ സെക്ഷനാണ്. മീൻ ഒത്തിരി ടൈപ്പ് മീനുകളുണ്ട്. സാൽമൺ ആണ് ഞങ്ങൾ പൊതുവെ എടുക്കാറുള്ളത്. പിന്നെ തിലോപ്പിയ, അതുപോലെ ചെമ്മീൻ, പിന്നെയും കുറേ പേരറിയാത്ത ഒത്തിരി മീനുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾക്ക് മസാലയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മീറ്റൊക്കെ ഉണ്ടല്ലോ, അതും കിട്ടും ഈ ഒരു സൈഡിൽ തന്നെ. പിന്നെ ഇതാ നമ്മുടെ മലയാളികളുടെ സ്വന്തം പൊറോട്ട സെക്ഷൻ. ഇവിടുന്ന് പിന്നെ എന്തായാലും പൊറോട്ട എടുക്കുന്നത് കുറച്ച് ലാഭം തന്നെയാണ് കേട്ടോ. ഫ്രോസൺ ആയതുകൊണ്ട് പിന്നെ ഒത്തിരി നാൾ നിൽക്കുമല്ലോ. പിന്നെ പനീർ. പിന്നെ ഈ ഭാഗത്തും ഒരുപാട് ഫുഡ് ഐറ്റംസ് ആണ്. ഇത് നമ്മൾക്ക് ഡയറക്റ്റ് പോയിട്ട് ബേക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള റെഡി ടു കുക്ക് ഫുഡുകളാണ്. പിന്നെ ഈ ഒരു സൈഡിൽ മുഴുവൻ ബ്രെഡ് സെക്ഷനാണ്. ഇവിടെ ഇപ്പം ഇംഗ്ലീഷ് മഫിൻ വിക്കിക്ക് ഇഷ്ടമാണ്, അപ്പം അത് നോക്കിയതാണ്. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അത് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഉണ്ടല്ലോ, മഞ്ഞപ്പൊടി അങ്ങനത്തെ പൊടികളൊക്കെ ഈ ഒരു സെക്ഷനിൽ കിട്ടും. എനിക്ക് പക്ഷേ ഇന്ത്യൻ ഐറ്റംസൊക്കെ ഇന്ത്യൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് തന്നെയാണ് ലാഭമായിട്ട് തോന്നിയിരിക്കുന്നത്. വെളിച്ചെണ്ണ, പൊറോട്ട, പനീരൊക്കെ ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് തോന്നുന്നത് അവിടെ നിന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ ഉഴുന്ന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഇവിടെ പിന്നെ ഓർഗാനിക്കും കൂടെയാണ്, അതുകൊണ്ടായിരിക്കാം റേറ്റ് നമുക്ക് കൂടുതലായിട്ട് തോന്നുന്നത്. പിന്നെ ഇത് ആ ഒരു സൈഡിൽ വെള്ളം, അതുപോലെ ഇത് തേങ്ങ വെള്ളം അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ. പിന്നെ നമ്മുടെ ചോക്ലേറ്റ് പൊടി അങ്ങനത്തെ. പിന്നെ നമ്മൾ പാലും എടുത്തു. അത് 2 ടൈപ്പ് പാല് എടുക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ പാല്, മുട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഇതേ കടല, പരിപ്പ്, ഉഴുന്ന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഈ ഏരിയയിലുണ്ട്. പിന്നെ ഇത് ഈ ഒരു സൈഡിലോട്ട് വന്നപ്പോഴത്തേക്കും മദ്രാസ് ലെൻറ്റിൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കണ്ടപ്പോൾ ഞങ്ങൾ നോക്കുമായിരുന്നു. ഇതിനകത്ത് ഇങ്ങനെ പൗച്ചായിട്ട് പരിപ്പ് കറി ഉണ്ടാവും. അത് ജസ്റ്റ് ചൂടാക്കി കഴിക്കുന്നതാണ്, പക്ഷെ ഞങ്ങൾ എടുത്തില്ല. പിന്നെ ഇത് ഇവിടെയൊക്കെ ബസ്മതി അരി, പിന്നെ സോന മസൂരി, അതുപോലെ ജാസ്മിൻ റൈസ് അങ്ങനെയൊക്കെയുള്ള സെക്ഷൻ ഉണ്ട്. നമ്മൾ അരിയൊന്നും പക്ഷേ ഇവിടെ നിന്ന് വാങ്ങിക്കില്ല കേട്ടോ. നമ്മൾ മട്ടരിയാണല്ലോ യൂസ് ചെയ്യുന്നത്. റെഡി ടു ഈറ്റ് കാടമുട്ട ഇതൊന്നും വാങ്ങിക്കണില്ല കേട്ടോ. കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. പിന്നെ നെയ്യ്, എണ്ണ, അതുപോലെ അങ്ങനത്തെ സംഭവങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പം ഞങ്ങളിനി ബാക്കി എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാ സെക്ഷനിലും ഒന്ന് നോക്കുമായിരുന്നു. ഓൾമോസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞു. പിന്നെ വെള്ളം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം എന്തൊക്കെയാണ് എടുത്തതെന്നും കൂടെ കാണിക്കാം. നമ്മളിപ്പം പതിവിലും കുറവാണ് എടുത്തിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. കാരണം ഇതിന് ഒരു 2 ആഴ്ച മുന്നേ തന്നെ കോസ്കോയിൽ വന്ന് ആവശ്യത്തിലധികം സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായാലും ഇനിയിപ്പോൾ ബില്ല് ചെയ്തിട്ട് വീട്ടിൽ പോവാം, അത്രയേ ഉള്ളൂ. ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ടോട്ടിയാസ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ A2 മിൽക്ക് ഓർഗാനിക്കിൻ്റെ 2 പാക്കറ്റ് വാങ്ങിച്ചു. പിന്നെ ഇത് ഫാറ്റ് ഫ്രീ മിൽക്ക് ഉണ്ടല്ലോ, അതും വാങ്ങിയിട്ടുണ്ട്, റെഡ്യൂസ്ഡ് ഫാറ്റിൻ്റെ. പിന്നെ വീറ്റ് പറാട്ട എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പനീറുണ്ട് കേട്ടോ. പനീർ ഇത് ഇതിൻ്റെ അടിയിലായിപ്പോയി. പിന്നെ ബ്രെഡ് എടുത്തു. പിന്നെ നമ്മൾ പിങ്ക് സോൾട്ട് ഉണ്ടല്ലോ അതെടുത്തു. പിന്നെ ഹാംബർഗർ ബൺ എടുത്തിട്ടുണ്ട്. മുട്ട 24 കൗണ്ട് എടുത്തുള്ളൂ, കുറച്ച് എടുത്തുള്ളൂ. പിന്നെ ഇത് പനീറും, പിന്നെ ഇത് ചിക്കനാണ്. പിന്നെ ഒരു ഇതെടുത്തു, സാലഡിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രോസൺ, ഇത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടാണ് എടുത്തതാണ്.
പിന്നെ സാമൺ എടുത്തിട്ടുണ്ട്. രസ്മലായി വാങ്ങിച്ചു, മാംഗോ രസ്മലായി. ഇതും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചേട്ടോ. ഇവിടുത്തെ നല്ലതാന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആൽമണ്ട് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, ലിച്ചി എടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ പിന്നെ ഓൾഡ് ഫാഷൻഡ് ഓട്സ് ഉണ്ടല്ലോ, റോൾഡ് ഓട്സ് ആണ്, ഹോൾ ഗ്രെയിൻസിൻ്റെ, അതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. ഇനി നമ്മൾക്ക് എല്ലാം ഒന്ന് ബില്ല് ചെയ്യാം. ഇതിപ്പം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇതൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് സാമ്പിൾസ് സംഭവങ്ങളൊന്നും ഇല്ലാത്ത കേട്ടോ. അപ്പം വീക്കെൻഡൊക്കെ ആണെങ്കിൽ സാമ്പിൾസ് ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ട് വേറൊരു ടൈം പോവും. അങ്ങനെ അതേ നമ്മുടെ ബില്ലൊക്കെ കിട്ടി. ഇത്രയും സാധനങ്ങൾക്ക് നമ്മൾക്ക് $174 ആയത്. പിന്നെ ഈ ഷോപ്പിങ്ങിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പീസ നിർബന്ധമാണല്ലോ. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഞങ്ങളൊരു പീസയും കൂടെ ഓർഡർ ചെയ്തു. ഇവിടുത്തെ പീസ കുറച്ച് വലുതാണ്, അതുപോലെ തന്നെ റേറ്റും കുറവാണ്. അപ്പോൾ നമ്മൾ പിന്നെ പീസയൊക്കെ കഴിച്ചതിന് ശേഷം അങ്ങനെ ഷോപ്പിംഗ് അവസാനിച്ച് തിരിച്ച് വീട്ടിലെത്തി. അപ്പം ഇതാണ് നമ്മുടെ ഒരു ഷോപ്പിംഗ് വ്ളോഗ് എന്ന് പറയുന്നത്, കോസ്കോയിലെ ഷോപ്പിംഗ്. അപ്പം ഇത്തവണ പക്ഷേ ഇത്തിരി എടുത്തുള്ളൂ. ബാക്കി ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ നേരത്തെ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ എടുത്തതെന്നുള്ളതൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വ്ളോഗിൽ കാണാം. ഒരുപാട് താങ്ക്സ് എൻ്റെ ഇവിടെ വരെ കണ്ടതിൽ. ബൈ.